കാച്ചിയെ മോരൽ ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമ കൊടുക്കുന്നു നങ്ങേലി. ഇതിനിപ്പ ഏത് പാട്ട് കൊടുക്കാം? നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല പാടിക്കാം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട്. ഓ, ഇത് കേട്ടാലേ അറിയ സിനിമ പാട്ടാണ്. ദാസപ്പ സാറിന്റെ എനിക്ക് അടിയും കിട്ടും. പിന്നെ വേറെ ഏത് പാട്ടുണ്ട്? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് പിന്നെയും 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 ആരോഗ്യനാവിന്റെ പടികിടന്നെത്തുന്ന പതനീശ്വരം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു. മണിക്കുട്ടുണ്ടു, ഇന്നലെ ദാസപ്പ സാറ് ഭൂതപ്പാട്ട് പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു പുതിയ ഈണം കണ്ടുപിടിച്ചോണ്ട് വരാം. നിങ്ങൾ കണ്ടുപിടിച്ചാടാ? നീ കണ്ടുപിടിച്ചാടി ചക്കി? ഓ, ഞാൻ കണ്ടുപിടിച്ച ഈണം ഇപ്പൊ പാടാമേ. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പതനീശ്വരം. നിനക്ക് മാത്രല്ല ഈ ജയറാമിന്റെ പാട്ട് എല്ലാവർക്കും അറിയാം. നീ ഇങ്ങനെ ഒന്ന് പാടണ്ട, അവിടെ ചെന്ന് ഇങ്ങനെ അങ്ങ് പാടിയാ മതി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ ഇങ്ങനെയൊന്നും അല്ല, അവിടെ ചെന്ന് പാട്ട് പാടാനാണ് പറഞ്ഞത്, അല്ലാതെ പറഞ്ഞു കൊടുക്കാനല്ല. ഞാൻ ഇപ്പൊ പാടാം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് ഒന്നാം തരം ബലൂൺ തര, ഒരു നല്ല പിപ്പി തര. അയ്യോ, ഞാൻ അതുദ്ദേശല്ലേ ഈ പാട്ട് പാടിയത്. അതെനിക്ക് അറിഞ്ഞൂടാ പാട്ട്. നിന്റെ പീയും കൊണ്ടങ്ങ് ദാസപ്രസാന്റെ കൊണ്ട് കൊടുത്താ മതി. പാറും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇത് പറഞ്ഞു തന്നെ. അയ്യോ ചക്കി പോവല്ലേ, ഞാൻ ദാ വരണേ. നിനക്ക് പുതിയ യൂണിഫോം മേടിച്ചാടി? ഓ, കൊള്ളയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് നിനക്ക് ഭയങ്കര വലുതല്ലേടി? അതേടാ, എന്റെ അമ്മ പറഞ്ഞേ ഈ പുതിയത് തന്നെ നമുക്ക് അടുത്ത വർഷം ഇടാൻ. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത്രയും വലുത് തച്ചത്. അടുത്ത വർഷം ആവുമ്പോ ഞാൻ വലുതാവല്ലോ, അപ്പൊ എനിക്കിത് കണക്കാവും. നിനക്ക് പുതിയത് തച്ചില്ലേടാ? അമ്മ പറഞ്ഞ് ഈ കൊല്ലം കൂടെ ഈ യൂണിഫോം ഇടാൻ, അടുത്ത കൊല്ലം എനിക്ക് പുതിയത് കഴിക്കുമെന്ന്. നീ സംസാരിച്ചോണ്ടിരിക്കാതെ വെക്കാം, ഇന്ന് നേരത്തെ സ്കൂളിൽ പോണം. എടി ചക്കി, ഞാൻ ശ്വാസം വിടുമ്പോഴേ എന്റെ ഈ ഉടുപ്പങ്ങാനം പൊട്ടിപ്പോയാൽ നീ എനിക്ക് കുത്താൻ ഒരു പിന്ന് തരണേടി. അയ്യോ എടാ, എന്റെ ഈ പാവാടയെ കുത്തിക്കണ ഒരു പിന്നേ ഉള്ളൂ. അതെടുത്താ ഈ പാവാട ഊരിപ്പോവും. നിനക്ക് നാളെ ഞാൻ ഒരു പിന്നുകൊണ്ട് തരാമേ. നാളെ മറക്കല്ലേടി. നീ എന്റെ പെൻസിലിന്റെ മോനെ കടിച്ചടിച്ചല്ലേടാ? പോടാ, നീ എന്റെ പെൻസിലിന്റെ മോനെ അടിക്കുകയും ചെയ്ത് നീ എന്നെ അടിക്കുകയും ചെയ്ത്. ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും മിണ്ടൂല. ഞാൻ ഇനി ചത്താലും നിന്റെ അടുത്ത് മിണ്ടൂലടാ. ചീ 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 കട്ടച്ചി. എന്റെ പെൻസിലിന്റെ മോനെ അടിഞ്ഞു. എന്താണ് ഡുണ്ടു? എന്താണ് മണിക്കുട്ടാ? നിങ്ങൾ മിണ്ടൂലേ? ഞാൻ ഇനി ഒരിക്കലും ഈ ഡുണ്ടൂന്റെ അടുത്ത് മിണ്ടൂലടി ചക്കി. നിന്റെ അടുത്ത് മാത്രമേ മിണ്ടുള്ളൂ. ഞാൻ ചത്താലും ഈ മണിക്കുട്ടന്റെ അടുത്ത് മിണ്ടൂലടി. ഞാൻ നിന്റെ അടുത്ത് മാത്രമേ ഇനി മിണ്ടുള്ളൂ. നിങ്ങൾ മിണ്ടൂലേ? നിങ്ങൾ എന്തിനു പിണങ്ങിയ? ആണ്ടെ നോക്കിയാൽ നീ എന്റെ പെൻസിൽ വേണ്ട ഈ അഴുക്കച്ചെറുക്ക എഴുതാൻ മേടിച്ചിട്ട് അവൻ കൊണ്ടു എന്റെ മോനെ അടിച്ച്, എന്നിട്ട് അവനെ അടിക്കുകയും കൂടെ ചെയ്ത്. അയ്യോ കൊള്ളാട്ടുണ്ടോ, നീ നല്ല വേല എന്നെ കാണിച്ചു. അപ്പൊ ഇനി എങ്ങനെ എഴുതുന്ന അവന്റെ പെൻസിലിന്റെ മോനെ അടിച്ചില്ലേ? ഞാൻ എഴുതിയപ്പോ അറിയാതെ ഒടിഞ്ഞു പോയാണ്, അതിനവൻ എന്നെ കൊറേ അടിയടിച്ച്. അയ്യോ ബെല്ലടിച്ചു. നിങ്ങൾ രണ്ടോരും അപ്പൊ ഇനി ഒരിക്കലും മിണ്ടൂലേ? ഇല്ല മിണ്ടൂല. ഇല്ല ഞാനും മിണ്ടൂല. നീ അവന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ഇന്നലെ കൊടുത്ത മുട്ടായി എനിക്ക് തിരിച്ചു തരാൻ. മണിക്കുട്ട, അവ ഇന്നലെ നിനക്ക് എന്ന മുട്ടായി അങ്ങ് തിരിച്ചു കൊടുക്കാൻ. എന്നാലേ ഇന്നലെ കഞ്ഞീരോട് അവൻ കുടിച്ച അച്ചാറിന്റെതാണ്, അത് ഇനി തരാൻ പറ. നീ തരണ്ട. ഡുണ്ടു, മണിക്കുട്ടൻ നമുക്ക് രണ്ടുപേർക്കും ഇന്നലെ അച്ചാർ തന്നില്ലേ, അത് നീ അങ്ങ് തിരിച്ചു കൊടുക്കാൻ. എന്നാലേ 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ അവനൊരു കളർ തൂവല് കൊടുത്ത്. അത് ഏതായാലും ഇപ്പൊ ഒരു 10 കുഞ്ഞുങ്ങളെങ്കിലും പ്രസവിച്ചാണ്. എനിക്കിപ്പൊ 10 കുഞ്ഞുങ്ങളെ ആ തൂവലും വേണം, ഇപ്പൊ വേണം, പെട്ടെന്ന് വേണം. മണിക്കുട്ട, 2ാം ക്ലാസ്സിൽ വെച്ച് ഡുണ്ടു നിനക്കൊരു കളർ തൂവല് തന്നില്ലേ, അതിന്റെ 10 കുഞ്ഞുങ്ങളെ ആ കളർ തൂവലിഞ്ഞ അവൻ ഇപ്പൊ വേണോന്ന്. എന്നാ എന്റെ അച്ചാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു തരും. നേരത്തെ പക്ഷെ അവൻ അടിച്ചപ്പോഴേ ഒരടി അതുകൊണ്ടെന്നെ അടിച്ച. എന്നാ ഇത് ഞാൻ അവനെ കൊടുത്തരും. എന്നാ എന്റെ അച്ചാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു തരും. പക്ഷേ അവൻ നേരത്തെ അടിച്ചപ്പോഴേ ഒരടി അതുകൊണ്ടവൻ അടിച്ച. എന്നാ നീ ഇതാ അവനോട്. നേരത്തെ നീ അവനെ അടിച്ചപ്പോ ഒരടി അധികം അടിച്ചാൽ അവൻ തരാൻ പറഞ്ഞേണ്. എങ്കിൽ പിന്നെ നേരത്തെ അവനെ തള്ളിയതാ, ഇത് നീ അങ്ങ് തിരിച്ചോടാ അവന്. നീ നേരത്തെ അവനെ തള്ളിയതല്ല തിരിച്ചു തരാൻ പറഞ്ഞത്. എന്നാലേ ഞാൻ അവനെ തള്ളിയപ്പോ അവന്റെ എന്റെ കാലിൽ ചവിട്ടി. ഇത് ഞാൻ അവന് തിരിച്ചോടും. ഈ ചവിട്ടെ എനിക്ക് വേണ്ട, നീ അവനെ എന്നെ തിരിച്ചു കൊടുത്തേക്ക്. നിന്റെ കാരണമാണ്
എനിക്കിപ്പോ നീ അപ്പൊ അവന്റെ കൂടെ നീ എന്നെ ഇടിക്കണല്ലേ? ആ, നിന്നെ പറഞ്ഞു. ഞാൻ എങ്ങനെ എന്നെ അടിക്കാൻ? അയ്യോ നിന്റെ ഞാൻ പോയി ദാസപ്പ സാറിനെ വിളിച്ചോണ്ട് പെൻസിൽ ഞാൻ അറിയാതെ നിനക്ക്. അയ്യോ ചക്കി ദാസപ്പസാറിന്റെ അടുത്ത് പറയണ്ട, നമ്മൾ മിണ്ടും. നിന്റെ മട്ടൻ തങ്ങട്ട് പിടിച്ചിട്ട് നിന്റെ മുടി എടുക്കട. നീ നല്ലോണം മട്ടൻ സൂക്ഷിച്ചു. നിന്നെ നിൽക്കണ നേരെ പിടിച്ചു. ചക്കി സരസമ്മട്ടി തന്ന പേപ്പർ നിങ്ങൾ ഒപ്പിട്ടോണ്ട് വന്നാ? അയ്യോ ഞാൻ ഒപ്പിട്ടില്ല, നീ ഒപ്പിട്ടാണോ? ഞാൻ അതിന് വീട്ടിൽ പോലും അത് കാണിച്ചില്ല. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് നടി കിട്ടും. അയ്യോ ഇനിയിപ്പോ എന്തേലും ചെയ്യും? നമുക്ക് ഇപ്പൊ പേപ്പർ അടിച്ച് ഒപ്പിട്ടാലോ? അതിന് നിനക്ക് നിന്റെ അച്ഛനെ ഒപ്പിട അറിയാമോ? ഓ എന്റെ അച്ഛൻ മലയാളത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് എന്റെ അമ്മേനെ ഒപ്പിട അറിയാം. എങ്കിൽ നീ പേപ്പർ എടുത്ത് ഞാനിവിടാ. നീ എവിടെ ഒപ്പിടണേ? ഞാൻ ഇവിടെ ഇടാം. എന്റെ അമ്മയെ കൂട്ടശരത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാക്കറ മുക്കറ വരച്ചു വെച്ചാൽ മതി. അപ്പൊ ശരിയാവും. ഇടതേ കൈ കൊണ്ടിരുമ്പോ കറക്റ്റ് ആവും. നിങ്ങൾ ഈ കള്ള ഒപ്പിടുന്ന ടീച്ചറെ കണ്ടുപിടിക്കൂലേ? ടീച്ചറൊന്നും കണ്ടുപിടിക്കൂല. നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലോ. ഒപ്പിട്ടോണ്ട് വന്ന പേപ്പറുകൾ എല്ലാരും എടുത്താണ് നോക്കട്ടെ. 50-ൽ 11.5 മാർക്ക് മേടിച്ചിട്ട് നിന്റെ അച്ഛൻ നിനക്ക് ഒപ്പിട്ട് തന്നാടാ. ഓ ഒപ്പിട്ട് എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മളെ വീട്ടിൽ മേടിച്ചെന്ന്. നല്ല പഠിത്തം. അമ്മ ഇരി നിന്റെ പേപ്പർ ചക്കിയ പേപ്പർ എടു. 50-ൽ 0 മേടിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഒപ്പിട്ട് തന്നായി. ഓ ടീച്ചറെ, എന്റെ അച്ഛൻ പറഞ്ഞ് നല്ലോണം പഠിക്കണേ മക്കളെന്ന്, എന്നിട്ട് അച്ഛൻ ഒപ്പിട്ട് തന്ന്. നല്ല പഠിക്കണ മക്കളെ തന്നെയല്ല. ചക്കീരെ അച്ഛന്റെ പേര് വാസന്തി എന്നാണ്. ടീച്ചറെ എന്റെ അമ്മേരെ പേരാണ് വാസന്തി. ഞാൻ ഒപ്പിട്ടമ്മ മാറിപ്പോയി. ഓ അപ്പൊ നീയാണ് ഇവർക്ക് കള്ള ഒപ്പിട്ട് കൊടുത്തതല്ലേ? നിന്റെ പേപ്പർ എങ്ങനെയാണ്? നിന്റെ അച്ഛന്റെ പേര് വാസന്തി എന്നും നിന്റെ അമ്മയുടെ പേര് ദിനേശൻ എന്നും അല്ലേ? അത് ടീച്ചറെ ഒപ്പിടാൻ നേരത്തെ ഇവനാണ് പേപ്പർ മാറ്റി എടുത്തത്. ഞാൻ ശ്രദ്ധിച്ചില്ല ടീച്ചറെ. നമ്മൾ ഒപ്പിടൂല. അടിക്കല്ലേ ടീച്ചറെ? ഉള്ള കള്ളത്തിന് അത്രയും കാണിച്ചിട്ട് രണ്ടുപേരോട് നിന്ന് കഴിയണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇപ്പൊ എച്ചമ്മിന്റെ റൂമിൽ കൊണ്ടുപോകും. അച്ഛമ്മിന്റെ റൂമിൽ കൊണ്ടുപോകാൻ ടീച്ചറെ. ഇനി എവിടെ ഒപ്പിട്ടാലും ഞാൻ കള്ള ഒപ്പിടൂല ടീച്ചറെ. ഞാൻ അച്ഛനെ കൊണ്ടുപോയി ഒപ്പിട്ടോണ്ട് വരാൻ ടീച്ചറെ. നെറ്റി വന്ന ബുദ്ധിമാൻ, മൂക്ക് വന്ന മൂക്കളയാടി, വാ വന്ന വായാടി, കഴുത്ത് വന്ന സുന്ദരി, വയറ് വന്ന തീറ്റിപ്പണ്ടാരം. ഓ ഇതൊക്കെ കള്ളക്കളിയാണ്. നീ വിശ്വസിക്കല്ലേടാ മണിക്കുട്ട? നിനക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ കുറെ കള്ളക്കളികള്? എടി ഇത് കള്ളക്കളിയൊന്നുമല്ല, സത്യക്കളി തന്നെ. എന്റെ ചേച്ചിനെ സ്കൂളിലെ പിള്ളേർ നോക്കിയപ്പോ അവർക്ക് എല്ലാവർക്കും സത്യം തന്നെ വന്നത്. ആ ചക്കര ചേച്ചി പറഞ്ഞാണെങ്കിൽ അത് സത്യമായിരിക്കും. നീ കാണിച്ചോട്ടെ ഈ ചക്കി, അവള് വിശ്വസിക്കട്ടെ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ. രോഹിണി നാളിൽ ജാനിച്ച പുത്രിയുടെ പേരാണ് ചക്കി. അവക്ക് വായിലാണ് വന്നത്. അപ്പൊ നീ വായാടി തന്നെ. നിനക്ക് ഭയങ്കര നാക്കാണ്. രാവിലെ എണീച്ചപ്പോ എനിക്ക് ബുദ്ധിമാനാണ് വന്ന, ഇപ്പൊ തെറ്റുപോയാണ്. എനിക്ക് പാറുവിന്റെ നാട് പറഞ്ഞാണ്. ഞാൻ നോക്കട്ടെ. നിന്റെ നാളെ പറയടി പാറു, നോക്കട്ടെ. ഭരണി എനിക്ക് സുന്ദരിയായിരിക്കും വരണം. നോക്ക്. പറഞ്ഞല്ലേ ഇപ്പൊ കാണിച്ചു. ഫരണി നാളിൽ ജാനിച്ച പുത്രിയുടെ പേരാണ് പാറു. അതെനിക്ക് ജലദോഷമായതുകൊണ്ടായിരിക്കും. അയ്യേ മൂക്കളെ അടി പാറു, മൂക്കളെ അടി പാറു. നോക്കാം നോക്കടി ചക്കി. എന്റെ നാളെ നോക്കാം. എന്റെ നാളെ ഞാൻ മറന്നുപോയി. നിന്റെ നാളെ നീ മറന്നുപോയാ? എനിക്കറിയാം, ഞാൻ പറയട്ടാ. മറ്റേ ഇരിക്കുന്ന സാധനല്ലേ? നിന്റെ നാളെപ്പോ അതാണുണ്ടോ? അതാണ് നീ മറന്നുപോയല്ലേ? നോക്കടി ചക്കി അവ ഇരിക്കണത്. അയ്യേ എന്നെ നോക്കണ്ട. നോക്കണം. ഞാനല്ലേ നോക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. മൂലം നാളിൽ ജാനിച്ച പുത്രന്റെ മതിയാക്കി ചക്കി. പേരാണ് ശരി. ഇത്രയും കളിയാക്കണ്ട. ഇനി നിന്റെ നോക്കണം. എന്റെ നോക്കടി ചക്കി. അത്തം അത്തം നാളിൽ ജാനിച്ച പുത്രന്റെ പേരാണ് മണിക്കുട്ടൻ. ജലദോഷമുണ്ട്. അവളോരെ കള്ളക്കളിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിക്കാൻ പോണു. ആറങ്ങാട്ട്. 2 + 2 എത്രയാണ്? 4. 2 + 2 4. 4. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലേ? നോട്ട് ബുക്കിൽ എഴുതി അടിക്കി. അടുത്ത ചോദ്യം ഞാൻ വിളിക്കണവര് വന്ന് ബോർഡിൽ എഴുതണം. 5 + 3. ചക്കി പോയി എഴുത്. ചോക്ക്. 5 + 3.
ഇത്രയും വലിയ ബോർഡിൽ ചക്കിക്ക് എഴുതാൻ സ്ഥലം ഇല്ലാത്തോണ്ടാണ് ആ മൂലയെ കൊണ്ട് എഴുതി വെച്ചേക്കണത്. വേഗം ചെയ്. ചക്കി ചെയ്ത് തീർന്നാ? കിട്ടി. 5ന്റെ ഇവിടെ 3 കൂട്ടിയപ്പോ നിനക്ക് 10 കിട്ടിയാടി. ഒരു വക അവള് പഠിക്കില്ല. നാളെ വരുമ്പോ 100 വട്ടം നീ എഴുതി പഠിച്ചോണ്ടിരുന്ന. പോയി നീടിയോടാ. ഇങ്ങോട്ട് നോക്കടി. 5 + 3 5 + 3 8 8 ആണ് ഉത്തരം.